നമ്മൾ വളരെ പാവപ്പെട്ടവരാണെങ്കിലും മിഡിൽ ക്ലാസ് ലൈഫിലുള്ളവരാണെങ്കിലും പണക്കാരനാണെങ്കിലും നമുക്കെല്ലാവർക്കും തന്നെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നല്ലൊരു വീട്, സ്വന്തമായൊരു വാഹനം, ബിസിനസ്, സാമ്പത്തിക സ്വാതന്ത്ര്യം. പക്ഷേ അതിനായി നാം എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടോ പുതിയതായിട്ട്? ഇപ്പോൾ ഉള്ള സാഹചര്യത്തെ വിട്ട് നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ശ്രമിക്കാനുള്ള മനസ്സും ഒരു ചിന്താഗതിയും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കും പണക്കാരനാകാം. എങ്ങനെയെന്നല്ലേ? എന്നും നമ്മൾ പാവപ്പെട്ടവരാണ്, ധനമില്ലാത്തവനാണ് എന്ന രീതിയിൽ തുടരേണ്ട ആവശ്യമില്ല. ധനവാനാകാൻ നമ്മൾ ഓരോരുത്തർക്കും അർഹതയുണ്ട്, ആകാനും പറ്റും. അത് നമുക്കറിയാം. അതിന് ഓരോരുത്തർക്കും ഓരോരോ രീതിയിലുള്ള ശേഷികളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ആകാൻ പറ്റും. എന്ന് സമ്പന്നനായിരിക്കുന്നവർ അവർ ഒരു സ്ഥിരമായിട്ട് ഒരു ഇൻകത്തിൽ നിന്ന് മാത്രമല്ല അവരുടെ സമ്പത്തുണ്ടാക്കുന്നതെന്ന് പാവപ്പെട്ടവരായവർ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ എന്നും ദരിദ്രരായിട്ട് തന്നെ ഇരിക്കാതെ നമുക്കും സമ്പത്തുണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ള കുറച്ച് പോയിൻറ്റ്സുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സമ്പന്നരാകാൻ ആദ്യം വേണം എന്ത്? ധൈര്യവും ചില ശീലങ്ങളും. നമുക്കുള്ള കുറച്ച് ശീലങ്ങളെ മാറ്റണം. പിന്നെ നമുക്ക് കുറച്ച് ധൈര്യവും കൂടെ വേണം. നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രിക്കുക. ഓരോ രൂപയെയും ആദരിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക. ഇച്ചിരി പൈസ ഉള്ളെങ്കിലും അതിനെ സ്നേഹിക്കാനും ആദരിക്കാനും പഠിക്കുക. പാസീവ് ഇൻകം തുടങ്ങുക. ഇപ്പോൾ നിങ്ങൾ 9 to 5 വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് പാസീവ് ഇൻകം അല്ല. അത് നിങ്ങൾക്ക് വെച്ചിട്ട് ലക്ഷറി ആയിട്ടുള്ള ലൈഫ് ജീവിക്കാനോ അല്ലെങ്കിൽ അമിതമായിട്ട് ചിലവഴിച്ച് സീറോ ബാലൻസിലിരുന്നിട്ട് മാസം അവസാനം എല്ലാം തീർന്നു പോയി എന്ന് പറയുന്ന ആ ഇൻകത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഒരു ലക്ഷറി ലൈഫോ അല്ലെങ്കിൽ ഒരു സമ്പന്നനാകാനോ നിങ്ങൾക്ക് പറ്റില്ല. അത് നിങ്ങളുടെ സാധാരണ ഒരു ലൈഫ് എങ്ങനെ ജീവിച്ചു പോകാം അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ 9 to 5 വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഇൻകം ഉപയോഗിച്ച് പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ പാസീവ് ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങുക. അതെന്താണ് ഈ പാസീവ് ഇൻകം? നമ്മൾ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാതെ നമുക്ക് കൂടുതൽ പണം വരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു പൈസ നമുക്ക് ഒത്തിരി കഷ്ടപ്പാടില്ലാതെ വരുന്ന രീതിയിലുള്ളൊരു ഇൻകത്തിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കുക. അതെന്താണ്? അതെന്തെങ്കിലും നമ്മൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഷോപ്പോ വീടോ ഉണ്ടാക്കിയിട്ട് നമ്മളതിന് റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. അതവിടെ ഒരു പാസീവ് ഇൻകമാണ്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം കുറച്ച് കഷ്ടപ്പെട്ടാലും പിന്നീട് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കിൽ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് എല്ലാ മാസവും നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതൊരു പാസീവ് ഇൻകമാണ്. കൂടാതെ നമ്മൾ എന്തെങ്കിലും ഓഹരികളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലാഭം, അതെല്ലാം പാസീവ് ഇൻകമാണ്. അതായത് നമുക്ക് കൂടുതൽ എഫേർട്ട് അതിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ട, അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ 9 to 5 ചെയ്യുന്നത് പോലെ എന്നും അതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഇൻകം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കണം. നിങ്ങളുടെ ചുറ്റുമുള്ള സമ്പന്നന്മാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരാരും തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നിന്ന് മാത്രമായിരിക്കില്ല അവരുടെ ഇൻകം. ആ സമ്പന്നരെങ്ങനെയാണ് സമ്പന്നരായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും സമ്പത്തിനെ എങ്ങനെയാണ് വിനിയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനെങ്കിലും നമ്മൾ ഇച്ചിരി സമയം ചിലവഴിക്കണം. അതായത് നമുക്ക് കൂടുതൽ ലക്ഷറി അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ കുറച്ച് റിച്ചായിട്ട് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഇൻകം കഴിഞ്ഞിട്ടൊരു പാസീവ് ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഫ്രീലാൻസിങ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാം. ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും സെല്ല് ചെയ്യുമോ അല്ലെങ്കിൽ സർവീസുകൾ കൊടുത്ത് ഇൻകം ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉള്ള സ്കില്ല് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് കൂടുതൽ സാലറിയിൽ അല്ലെങ്കിൽ കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്ന രീതിയിലേക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യുക. അതായത് ഇപ്പം ഒരു കോഴ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ വൺ ടൈമിൽ ഡെപ്പോസിറ്റ് ആവശ്യമുണ്ടാകും. അത് സ്പെൻഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പഠിക്കുന്നത് കൊണ്ട് അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. അങ്ങനെ നിങ്ങളുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പണം ചിലവഴിക്കുക. പിന്നെ നിങ്ങൾ ഒരു പാസീവ് ഇൻകത്തിന് വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾക്കുള്ള ജോലി കളഞ്ഞിട്ട് എനിക്ക് ധനികനാകാം, ഈ ജോലിയും കളഞ്ഞിട്ട് ഞാൻ വേറൊരെണ്ണം തപ്പാം, എന്നിട്ട് ഞാൻ അതനുസരിച്ചിട്ട് ചെയ്യാമെന്നല്ല. ഇപ്പോൾ നിങ്ങൾക്കുള്ള ജോലിയിൽ നിങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ വേണം നിങ്ങൾ മറ്റൊരു സൈഡ് ബിസിനസ് തുടങ്ങാനായിട്ട്. ആ പണി അതുപോലെ തന്നെ നടക്കണം. പിന്നെ നമുക്ക് കിട്ടുന്ന വേറെ സൈഡ് ബിസിനസ്, ഫ്രീലാൻസിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓൺലൈനായിട്ടോ അല്ലാതെയോ ചെയ്യുന്ന പണികൾ, അതിൻ്റെ സമയം കൂട്ടുകയോ അതിൽ നിന്നുള്ള ഇൻകം കൂട്ടാനുള്ള വഴികളോ ചെയ്യുക. മെയിനായിട്ടുള്ള വർക്കിനെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ പുതിയതിൻ്റെ പുറകെ ഒരിക്കലും പോകരുത്.
കൂടാതെ സേവിങ്സ് ശീലമാക്കുക. എല്ലാ ധനികന്മാരെയും നിങ്ങൾ ധനികന്മാരുടെ അവരുടെ ശീലങ്ങളിൽ നിന്ന് പഠിക്കണമെന്ന് പറയുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് അവർക്ക് നല്ലൊരു ലൈഫിന് ഒരു റുട്ടീൻ ഉണ്ടാകും. ഓരോ ദിവസവും അവർക്ക് നല്ല ശീലങ്ങളുണ്ടാകും. അത് കോപ്പി അടിക്കുക. അവർ ചിലപ്പം നല്ല ധനികനായിട്ടുള്ളൊരു വ്യക്തി ഒരിക്കലും 10 മണിയോ 11 മണി വരെ കിടന്നുറങ്ങുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. അല്ലെങ്കിൽ കറക്റ്റ് ഓഫീസിൽ പോകാൻ നേരത്ത് ചാടി എഴുന്നേറ്റ് എടുപിടിയിൽ പോയി 9 മണിക്ക് ഓഫീസിൽ പോയി 5 മണിക്ക് തിരിച്ചു വരുന്ന ഒരു വ്യക്തി ഒരിക്കലും ധനവാനാവുകയില്ല. ധനവാന്മാരിൽ കൂടുതലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർ ഇരിക്കുകയാണെങ്കിൽ പോലും അവരുടെ ബിസിനസ്സിലൂടെ അവർക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കും. അതായത് അവർക്ക് കൂടുതൽ ശാരീരികമായിട്ട് കായികമായിട്ട് ഒത്തിരി വർക്കുകളൊന്നും ചെയ്യാതെ തന്നെ വരുന്ന ഇൻകം ഉണ്ടല്ലോ, അതാണ് അവരെ ധനവാന്മാരാക്കുന്നത്. അപ്പം നമ്മൾ പാവപ്പെട്ടവരാണ് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഹാർഡ് വർക്ക്, അതായത് ബോഡി ചെയ്യുന്ന ഹാർഡ് വർക്ക് ഒത്തിരിയാണ്. അതനുസരിച്ചുള്ള തുച്ഛമായ ജോലിയെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ ധനവാന്മാരായവരെന്ത് ചെയ്യുന്ന അവർക്ക് ബോഡി വെച്ചിട്ടുള്ള ഹാർഡ് വർക്ക് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവർ ആ ബിസിനസ്സിൻ്റെ ലൊക്കേഷനിൽ പോകേണ്ട ആവശ്യം പോലുമില്ല, ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ അവർ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് ഹാർഡ് വർക്കല്ല, അവിടെ സ്മാർട്ട് വർക്കാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ ഇൻകം ഉണ്ടാക്കുന്നത്. അവരും ചിലപ്പോൾ വളരെ താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്നവർ അങ്ങനെയുള്ളവരും ഉണ്ടല്ലോ, സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ജീവിത ശൈലി എന്താണെന്ന് പഠിക്കാൻ സമയം കണ്ടെത്തുക. സമ്പന്നരുടെ രീതികൾ പഠിക്കാൻ നമ്മൾ അവരുടെ ജീവിതം പഠിക്കണം. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ്. അതിൽ നിന്ന് ആരുടെയെങ്കിലുമൊക്കെ ജീവിതം കണ്ട് പഠിക്കുമ്പോഴാണ് നമുക്കും ആ വഴികളിലൂടെ പോയാൽ ലക്ഷ്യത്തിലെത്താൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസവും ഒരു ലക്ഷ്യവും നമുക്ക് ഉണ്ടാവുക. അവരുടെ ജീവിതം അനുകരിക്കുക. പിന്നെ ലക്ഷറി പ്രൊഡക്ട്സ് വേണ്ട എന്ന് വെക്കുക. ലക്ഷറി പ്രൊഡക്ട്സ് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആക്റ്റീവായിട്ടുള്ള, അതായത് 9 to 5 വർക്ക് ചെയ്യുന്ന ആ ശമ്പളത്തിൽ നിന്നുള്ള പൈസ എടുത്ത് ഒരിക്കലും ലക്ഷറിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങളോ എന്തെങ്കിലും പ്രോഡക്റ്റോ അല്ലെങ്കിൽ ടൂറ് പോകുമോ അതും ഇതിനൊക്കെ ആ പൈസയിൽ നിന്ന് ചിലവാക്കാതിരിക്കുക. അതിന് വേണ്ടിയിട്ടും നമ്മളൊരു പാസീവ് ഇൻകം അല്ലാത്തത് കണ്ടുപിടിച്ച് ചെയ്യുക. ആക്റ്റീവ് ഇൻകം അതിനു വേണ്ടി ഉപയോഗിക്കരുത്. പാസീവ് ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതാണ് സമ്പത്ത് നമ്മളിലേക്ക് വരാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാർഗം. സമ്പത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലേക്ക് നിങ്ങളുടെ വരുമാനം കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോടൊപ്പം തന്നെ പാസീവായിട്ട് ആദ്യം കുറച്ച് കഷ്ടപ്പാടുണ്ടായാലും സ്ഥിരമായിട്ടൊരു ഇൻകം ലഭിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പാസീവ് ഇൻകത്തിന് വേണ്ടിയുള്ള സോഴ്സ് കണ്ടുപിടിക്കുക. നിങ്ങളുടെ വരുമാനവും ചിലവുകളും നിരീക്ഷിക്കാൻ തുടങ്ങുക. ചെറിയ ശമ്പളം അല്ലെങ്കിൽ ചെറിയ ജോലി ചെയ്യുന്നവർ ഒരിക്കലും അവരുടെ വരുമാനങ്ങളോ ചിലവുകളോ എഴുതി വെക്കുകയോ അതൊന്ന് മോണിറ്റർ ചെയ്യുകയോ ചെയ്യാറില്ല. കിട്ടുന്നതൊക്കെ അന്ന് തന്നെ ചിലവഴിക്കുക, അല്ലെങ്കിൽ കിട്ടുന്നത് 1 മണിക്കൂറോ അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് സാലറി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്ത് തീർക്കാതെ ആവശ്യമുള്ളതിനാണോ അനാവശ്യത്തിനാണോ അത്യാവശ്യത്തിനാണോ ചിലവഴിച്ചതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതൊക്കെ എഴുതി വെക്കുന്ന ഒരു ശീലം തുടങ്ങുക. ചെറിയ ചിലവുകൾ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക, ഭാവിയെപ്പറ്റി ചിന്തിച്ചിട്ട്. പാസീവ് ഇൻകം ഉണ്ടാക്കാൻ ഒത്തിരി വഴികളുണ്ട്. അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് കണ്ടുപിടിച്ച് അതെന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുമ്പോൾ തന്നെ ഒത്തിരി ഓപ്ഷൻസ്, ഐഡിയാസ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. ഓൺലൈനിൽ ഫ്രീലാൻസ് ജോലികൾ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെന്തെങ്കിലും ഓൾറെഡി കോഴ്സുകളൊക്കെ ചെയ്തിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈനിൽ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ സ്കില്ല് ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറച്ച് സമയമോ അല്ലെങ്കിൽ കുറച്ച് മണിയോ സ്പെൻഡ് ചെയ്ത് 1-2 മാസമെങ്കിലും എടുത്തിട്ട് ഒരു കോഴ്സ് പഠിച്ചിട്ട് ആ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്ത് കൂടുതൽ സാലറിയിലേക്ക് മാറുന്ന രീതിയിൽ ഒരു ചേഞ്ചസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ അല്ലെങ്കിൽ വായ്പകളും കടങ്ങളും ഒക്കെ എടുക്കുമ്പോൾ അത് വേണോ വേണ്ടയോ എന്ന് 1-2 പ്രാവശ്യം കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് എടുക്കുക. വേറെ ഓപ്ഷൻസ് കണ്ടുപിടിക്കുക. സേവിങ് ഓട്ടോമാറ്റിക് ആക്കുക. അപ്പം നമുക്ക് എപ്പോഴും എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സാലറി വരുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു 10% 20% ഫസ്റ്റ് സേവിങ്, അതായത് സാലറി അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആകുമ്പോൾ തന്നെ ആ ഒരു പൈസ സേവിങ് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് പോകുന്ന രീതിയിലാക്കി വയ്ക്കുക. അപ്പോൾ പിന്നെ അത് പോയതിന് ശേഷമുള്ളതേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ധനികന്മാരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ചെറിയ പൈസയാണെങ്കിലും വലിയ പൈസയാണെങ്കിലും കിട്ടുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അംശം സേവിങ്സിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ്. പക്ഷേ ആകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പണം ഇല്ലാത്തവനാണ്, തീരെ ദരിദ്രനാണെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പെൻഡെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേവ് ചെയ്യാമെന്ന മനോഭാവമാണ്.
നിങ്ങൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കൂടാതെ ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുക, അതായത് ബിസിനസ് തുടങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് റിച്ച് ആവാനുള്ള ഏറ്റവും നല്ല അവസരം. ഒരു ബിസിനസ് ചെയ്തു അല്ലെങ്കിൽ 2 ബിസിനസ് ചെയ്തു, ഞാൻ പൊട്ടിപ്പോയി അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി, കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്ന എല്ലാം സ്പെൻഡായിപ്പോയി, ഇനി അങ്ങനെ ഒരു വഴി ഞാൻ ചിന്തിക്കുന്നേ ഇല്ല എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സമ്പന്നനാവുകയില്ല. ഈ ലോകത്ത് സമ്പന്നരായിരിക്കുന്നവർ ഒരാൾ പോലും ആദ്യത്തെ ട്രയൽ അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ എല്ലാം ഓക്കെ ആയിട്ട് വിജയിച്ച് വന്നവരല്ല. ഒത്തിരി പ്രാവശ്യം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് കയറി വന്നവർ തന്നെയാണ് എല്ലാവരും. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കുറച്ച് ധൈര്യം കൂടെ വേണം. എന്തിനുള്ള ധൈര്യമാണ്? പരാജയങ്ങളെ നേരിടാനുള്ള ധൈര്യവും ആ പരാജയത്തെ കണ്ടുപിടിച്ച് എന്താണ് അതിൻ്റെ റീസൺ എന്ന് കണ്ടുപിടിച്ച് അത് ഇനി വരുന്ന സ്റ്റെപ്പുകളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള ഒരു ധൈര്യം. പിന്നെ നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങണം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ മുൻഗണന നൽകാതിരിക്കാതെ, ഈവൻ നിങ്ങളുടെ വീട്ടിലുള്ളവരാണെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയോട് നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടി തുടങ്ങാൻ വേണ്ടി പുറപ്പെടുക. സമ്പന്നരുടെ ജീവിതശൈലി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾക്കറിയാവുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഉള്ള ആൾക്കാരുടെ ജീവിതശൈലി എന്താണെന്ന് ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ടൈം ഈസ് മണി. സമയത്തെ ചിലവഴിക്കുന്നത് വളരെ പ്രായോഗികമായിട്ടും വളരെ അളന്ന് തൂക്കി സമയം ചിലവഴിക്കാൻ പഠിക്കുക. 9 to 5 ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 9 to 5 കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമയമില്ല, ഐ എം വെരി ടയേർഡ് എന്നൊക്കെ പറയുന്ന ഒരാൾക്ക് ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും 24 ഹവേഴ്സാണ്. 9 to 5 വർക്ക് ചെയ്തതിന് ശേഷവും ഒത്തിരി ഓൺലൈൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടോ അല്ലെങ്കിൽ സൈഡ് ബിസിനസ്സോ ചെറിയ രീതിയിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സുകളോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അവരുടെ എൻ്റർടൈൻമെൻറ്റിനും എൻജോയ്മെൻറ്റിനും ലക്ഷറി കാര്യങ്ങൾക്കും അവർക്കൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതിൽ നിന്ന്. അപ്പോൾ ടൈം ഇല്ല എന്നുള്ളത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. നമുക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ സമയമൊക്കെ നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടി കൊണ്ടുവരും. അപ്പോൾ സമയത്തെ എപ്പോഴും വിലമതിക്കുക. പിന്നെ ഉള്ളത് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അത് മ്യൂച്വൽ ഫണ്ടോ FDയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും കുറച്ച് പൈസയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രോപ്പറായിട്ട് ഈവൻ നമ്മുടെ പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക. കുറച്ചാണെങ്കിൽ പോലും ചെറിയ രീതിയിലൊരു ഇൻകം അതിൽ നിന്ന് വരുന്ന രീതിയിലാക്കിയെടുക്കുക. ഫിനാൻഷ്യൽ ലിറ്ററസി വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് അതെങ്ങനെ കൈകാര്യം ചെയ്യണം, സമ്പത്തുള്ളവർ എങ്ങനെയാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്, സമ്പത്ത് വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ അത് സ്പെൻഡ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ അത് സേവ് ചെയ്യണം, എവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത് ആപ്റ്റായിട്ട് രീതിയിൽ എന്നതിനെപ്പറ്റി ഒരു ചെറിയ പഠനം തന്നെ നിങ്ങൾ നടത്തണം. നമ്മുടെ കയ്യിലൊരു ഇപ്പോൾ ഒത്തിരി സമ്പത്തിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ലാത്ത ഒരു വ്യക്തിക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഈവൻ കോടികൾ അടിച്ചാൽ പോലും 1-2 വർഷം കൊണ്ട് അദ്ദേഹം പിന്നെയും ഒരു സാധാരണ വ്യക്തിയായിട്ട് ജീവിതം നയിക്കുന്ന കാണാം. പക്ഷേ അതിനെ വിനിയോഗിക്കാൻ പഠിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ പണം വെച്ചിട്ട് വീണ്ടും അതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ അവർ പഠിക്കും. അതെന്താണ്? അവർ ആ കുറഞ്ഞ സമയം കൊണ്ട് ഇതിനെ എങ്ങനെ വിനിയോഗിക്കണം എന്നത് പഠിച്ചത് കൊണ്ടാണ് അവർക്ക് അത് ഉന്നതിയിലേക്ക് എത്താൻ പറ്റുന്നത്. നിങ്ങൾക്ക് അറിവിലുള്ള ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഒത്തിരി പണക്കാരല്ലായിരുന്നു, പാവപ്പെട്ടവരായിരുന്നു, ഒരു വലിയൊരു എമൗണ്ടിന് ലോട്ടറി അടിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ അതേ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് വന്നിട്ടുള്ളത് സമ്പത്തിനെക്കുറിച്ച് അതിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് പഠിക്കാത്തതാണ്. അപ്പോൾ നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കുറഞ്ഞ രീതിയിലെങ്കിലും ഒരു അറിവ് നേടേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് അത്യാവശ്യമുള്ളത്, ഏതൊക്കെയാണ് നമ്മുടെ അനാവശ്യങ്ങൾ എന്നൊരു ലിസ്റ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എഴുതിയെങ്കിലും വെക്കണം. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എഴുതി വെച്ചതിന് ശേഷം മന്ത് എൻഡ് ആകുമ്പോൾ ഇതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഏതൊക്കെയാണ് എൻ്റെ അനാവശ്യങ്ങളും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഉണ്ടായിരുന്നതെന്ന്. ഇത് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ തീരെ ദരിദ്രരായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് ഉയർച്ചയിൽ നിൽക്കുന്ന എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നുണ്ടാകും. അവരുടെ ഇൻകം എത്രയാണെങ്കിലും അതിന് ഏതൊക്കെ രീതിയിലാണ് ആവശ്യമുള്ളതിന് അനാവശ്യമുള്ളത് ഏതിനൊക്കെയാണ് സ്പെൻഡ് ചെയ്തത്, അതായത് എക്സ്പെൻഡിച്ചർ ലിസ്റ്റും ഇൻകം ലിസ്റ്റും അവരുടെ കയ്യിൽ ഉണ്ടാകും. അത് നമ്മളും മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങുക. ചെറുതാണെങ്കിലും തുടങ്ങുക. എന്തെങ്കിലും ഒരു പാസീവ് ഇൻകം ചെറുതായ രീതിയിലെങ്കിലും തുടങ്ങുക. എന്നിട്ട് അത് പഠിച്ച് ഉയർന്ന് വലിയ രീതിയിലേക്ക് മാറ്റുക. എല്ലാ കാര്യത്തിനും നന്ദിയും
ആ നന്ദി മനസ്സിൽ അതിനെങ്ങനെ ആകർഷിക്കാനുള്ള ചിന്തകളും നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കാര്യത്തിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. വ്യത്യസ്തമായ ആശയങ്ങളോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഐഡിയകളൊക്കെ നമ്മുടെ മനസ്സിലോ അല്ലെങ്കിൽ ആരെങ്കിലും മുഖേനയോ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ധൈര്യം. അതാണ് പറയുന്നത്. മറ്റുള്ളവരുടെ സാഹചര്യങ്ങളല്ല, അവരുടെ ചിന്തകളെക്കാട്ടിലും അവരുടെ അഭിപ്രായങ്ങളെക്കാളും കൂടുതൽ നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനൊരു ധൈര്യമുണ്ടാക്കുക. ചുറ്റുപാടുമുള്ളവർ ധനപരമായി മോട്ടിവേറ്റ് ചെയ്യുന്നവർ ആക്കി നിങ്ങളുടെ കൂട്ടുകാരെ, അങ്ങനെയുള്ള സർക്കിളിലുള്ള കൂട്ടുകാരെ കണ്ടുപിടിക്കുക. ഇങ്ങനെ മീൻസ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുമായിട്ട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകുക. അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ കുടുംബശ്രീയിൽ ഇങ്ങനെ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ ചെയ്യുക. അങ്ങനെ നമ്മുടെ ചുറ്റുപാടും അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള ആൾക്കാരെ ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുകയോ അല്ലെങ്കിൽ പാസീവ് ഇൻകത്തിന് വേണ്ടി നമ്മൾ പുതിയ എന്തെങ്കിലും വഴികൾ തുടങ്ങുകയോ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഒരിക്കലും പുറകിൽ ഉപേക്ഷിച്ചിട്ട് ചോപ്പ് ചെയ്യുകയല്ല വേണ്ടത്. എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് പോസിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങുക. ഇമ്പോസിബിൾ എന്നുള്ള കാര്യം ഒരിക്കലും പറയരുത്. ഒരിക്കലും നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകളിലോ എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊരു തീരുമാനം ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ എന്തെങ്കിലും ചിന്ത വന്നാൽ തന്നെ അതിനെ ക്യാൻസൽ ചെയ്തിട്ട് എന്നെക്കൊണ്ട് പറ്റും, മറ്റുള്ളവർക്ക് കൊണ്ട് പറ്റുമെങ്കിൽ എന്നെക്കൊണ്ടും പറ്റും, എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആ ചിന്തയോടുകൂടി നമ്മളെല്ലാ കാര്യത്തിനെയും അപ്രോച്ച് ചെയ്താൽ തന്നെ നമുക്ക് തുറക്കാത്ത വാതിലുകളൊക്കെ നമുക്ക് തുറന്നു കിട്ടും. എന്നും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത് ഒരു അവകാശമായിട്ട് കാണരുത്. ദാരിദ്ര്യത്തിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ചിന്തകളിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദാരിദ്ര്യമുണ്ടാകും. നമ്മുടെ ചിന്തകളെ ആദ്യം പണക്കാരൻ്റേതാക്കുക, അല്ലെങ്കിൽ കുറച്ച് ഹൈഫൈ ആയിട്ട് ജീവിക്കണം എനിക്ക് എന്നുള്ള ഒരു ഐഡിയയും അത് നമ്മളെ വീട്ടിലുള്ളവരോട് ഡിസ്കസ് ചെയ്യുക. എനിക്കിങ്ങനെയൊന്നും പോരാ, ഇതിനൊന്നും അല്ല, ഇതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും, എനിക്ക് കാണിച്ചു കൊടുക്കണം എല്ലാവരെയും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ തന്നെ ആദ്യം ഉരുത്തിരിയണം. വലിയതായ രീതിയിലൊന്നും തുടങ്ങിയില്ലെങ്കിലും ചെറിയതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംരംഭമോ സൈഡ് ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങുക. ശരിക്കും 9 to 5 ജോലിനെക്കാട്ടിൽ ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റും 9 to 5 ഒരു സാധാരണ ലൈഫിൽ നമ്മളങ്ങ് പോകും. അതിനെ നമുക്ക് ആർക്കും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു ടൈം ടേബിൾ പോലെ നമ്മളൊന്ന് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മളൊരു പാസീവ് ഇൻകത്തിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് അതിൽ വളരെ കൂടുതലായിരിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സാമ്പത്തികമായിട്ടൊന്ന് ഉയർച്ച നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാസീവായിട്ടുള്ള ഇൻകം എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കുക. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. തുടക്കത്തിലൊക്കെ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് അതൊരു ഓർഡറിലാക്കിയെടുക്കുക. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 9 to 5 ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പുറകെ ഫുള്ളായിട്ട് ഒരു സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം ആക്റ്റീവ് ഇൻകം എന്തെങ്കിലും ഒരു ആക്റ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കരുത്. ആ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ സൈഡ് ബിസിനസ്സോ അല്ലെങ്കിൽ ചെറിയ സംരംഭങ്ങളോ ഓൺലൈനായിട്ടോ എന്തെങ്കിലും തുടങ്ങുക. അതിൽ നിന്നൊരു കറക്റ്റായിട്ട് നിങ്ങൾ കൂടുതൽ എഫേർട്ടില്ലാതെ ഒരു ഇൻകം വരാൻ തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾ മെയിനായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ആ ഇൻകം സോഴ്സസ് കട്ട് ചെയ്തിട്ട് ഫുൾ ടൈം പാസീവ് ഇൻകം അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് കിടക്കാവുള്ളൂ. ഒരിക്കലും അവിടെ സീറോ ആക്കിയിട്ട് ഇവിടെ വന്ന് തുടങ്ങിയിട്ട് എല്ലാം സീറോ ആക്കരുത്. അങ്ങനത്തെ മണ്ടത്തരങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ പാസീവ് ഇൻകം നേടുക, സമ്പന്നരാവുക. എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.